പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് KSUവിനെ വിമർശിച്ച് മുഖ്യമന്ത്രി രംഗത്തെത്തിയപ്പോൾ അതിനെ തുടർന്നുണ്ടാകുന്ന വാഗ്വാദങ്ങളും വളരെ വലിയ തരത്തിൽ ചർച്ചയാവുകയാണ്. ഈ വെടിമരുന്നിടുന്ന പോലെ ഇന്നലെ മുഖ്യമന്ത്രിയുടെ KSU അധ്യക്ഷനോടുള്ള സമീപനം കൂടി ആയപ്പോൾ അത് ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ. മുഖ്യമന്ത്രിയെ വിമർശിച്ച ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ KPCC അധ്യക്ഷന് നൽകിയ ഒരു പരാതിയിൽ നടപടി കാത്ത സതീശൻ വിഭാഗം കൂടി നിൽക്കുമ്പോൾ ഏതാണ്ട് കാര്യങ്ങൾ കൂടുതലും സങ്കീർണമാകുന്നു കോൺഗ്രസിൽ എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ജിൻഡോ ജോൺ, VR അനൂപ് എന്നിവരെ വക്താവ് സ്ഥാനത്ത് നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എറണാകുളം DCC ജനറൽ സെക്രട്ടറി രാജു P. നായരാണ് പരാതി നൽകിയത്. KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവറും മുഖ്യമന്ത്രി സതീശനെതിരെ ഇന്നലെ ആഞ്ഞടിച്ചതും നമ്മൾ കണ്ടു. അതുൾപ്പെടുന്ന കോൺഗ്രസിനുള്ളിലെ വാക്പോരുകളിലേക്കാണ് നമ്മൾ ആദ്യം ഗുഡ് മോർണിംഗ് കേരളത്തിൽ കടക്കുന്നത്. ഉമേഷ് കൂടി തയ്യാറായിട്ടുണ്ട് നമ്മളോടൊപ്പം. ഉമേഷിലേക്ക് പോകാം. ഉമേഷ്, ഗുഡ് മോർണിംഗ്. കോൺഗ്രസ് തുടക്കം മുതൽ തന്നെ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം, അല്ലെങ്കിൽ VD സതീശൻ മുഖ്യമന്ത്രിയാകണം എന്നൊരു തീരുമാനം, ഒരാവശ്യം ഉയർന്നു വന്നപ്പോൾ തന്നെ കോൺഗ്രസ് സ്പ്ലിറ്റായത് നമ്മൾ കണ്ടതാണ്. പലതരത്തിലുള്ള വാഗ്വാദങ്ങളും മറ്റും വരുന്നു. ഇപ്പോൾ ഇതാ കോൺഗ്രസിൻ്റെ UDFിൻ്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ എത്തിക്കഴിഞ്ഞപ്പോൾ VD സതീശൻ എടുക്കുന്ന പല നിലപാടുകളും ഏകാധിപത്യ സ്വഭാവമുള്ള നിലപാടുകളാണെന്ന് ആരോപിച്ചുകൊണ്ടുള്ള വിമർശനങ്ങളും ഉയർന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പ്ലീഡർ നിയമനത്തിലെത്തി നിൽക്കുമ്പോൾ KSUവിനെ തള്ളിപ്പറഞ്ഞ സതീശനെതിരെ വലിയ തരത്തിലുള്ള വിമർശനം വരുന്നു. ഇന്നലെ നമ്മൾ കണ്ടതാണ് അലോഷ്യസ് സേവറിനെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ മുഖ്യമന്ത്രി കടന്നുപോയത്. അങ്ങനെ ആകെ മൊത്തവും സങ്കീർണതകളിലേക്ക്, ആശയക്കുഴപ്പങ്ങളിലേക്ക്, വാഗ്വാദങ്ങളിലേക്കൊക്കെ പോവുകയാണ് കോൺഗ്രസ് അല്ലേ? അപ്പോൾ ഇന്ന് ഈ ഒരു ദിവസം എങ്ങനെയായിരിക്കും കോൺഗ്രസിന്, പ്രത്യേകിച്ചും എറണാകുളത്ത്? സിന്ധൂരി, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ VD സതീശൻ്റെ ഏകാധിപത്യ നിലപാടുകൾക്കെതിരെ, ഏകാധിപത്യ നിലപാടുകളെ പിന്തുണയ്ക്കുന്നവരും എതിർക്കുന്നവരും അങ്ങനെ രണ്ട് വിഭാഗമായി തിരിഞ്ഞിരിക്കുകയാണ്. അത് ഈ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ടാണ് അത് ഇത്രയും രൂക്ഷമായത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതിലേറ്റവും ഒടുവിൽ സംഭവിച്ചത് ഈ ഇന്നലെയും അതിന് തൊട്ട് മുൻപത്തെ ദിവസവുമൊക്കെ ഉണ്ടായ നേതാക്കളുടെ പരസ്പരമുള്ള ഏറ്റുമുട്ടലാണ്, വാക്പോരാണ്. ഈ KPCCയുടെ വക്താക്കൾ അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിലൊക്കെ കോൺഗ്രസിൻ്റെ പ്രധാന മുഖമായ ജിൻഡോ ജോണും VR അനൂപും ഒക്കെയാണ് മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. അത് നേരിട്ട് തന്നെയുള്ള വിമർശനമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്നലെ ജിൻഡോ ജോണും അനൂപും രണ്ടുപേരും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഒപ്പം VR അനൂപ് അടക്കമുള്ളവർ മാധ്യമങ്ങളെ നേരിട്ട് കാണുകയും ചെയ്തു. ശക്തമായ ഭാഷയിലാണ് മുഖ്യമന്ത്രിയുടെ നിലപാടുകളെ വിമർശിച്ചത്. ഈ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഉന്നയിക്കുകയും അത് അദ്ദേഹം ഈ KSU അധ്യക്ഷൻ നേരിട്ട് മുഖ്യമന്ത്രിയെ കാണാൻ അനുമതി തേടുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി അതിന് അനുമതി നൽകാത്തത് തെറ്റാണ് എന്ന് തന്നെയാണ് VR അനൂപ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് KSU അധ്യക്ഷൻ മാത്രമല്ല, അതിനു മുൻപ് KPCC ജനറൽ സെക്രട്ടറി PM നിയാസും സമാനമായ ആവശ്യം, അതായത് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിക്കാൻ ഇരുന്നതാണ്. അത് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടായിരുന്നു PM നിയാസ് മുഖ്യമന്ത്രിയെ നേരിൽ കാണാൻ ശ്രമിച്ചത്. പക്ഷേ രണ്ടുപേർക്കും അനുമതി നൽകിയില്ല എന്നുള്ളതാണ്. അപ്പോൾ VR അനൂപ് ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഹിന്ദു ഐക്യവേദി നേതാക്കൾക്ക് വരെ മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ അനുമതി നൽകുമ്പോൾ അതിനുള്ള അവകാശമെങ്കിലും സ്വന്തം പാർട്ടിയിലെ നേതാക്കൾക്കും സ്വന്തം പാർട്ടിയോട് അടുത്ത് നിൽക്കുന്ന വിദ്യാർത്ഥി സംഘടനയുടെ അധ്യക്ഷനുമൊക്കെ ഉണ്ട്. അവർക്കും അതൊരു അവകാശമാണ്. പക്ഷേ അത് നിഷേധിക്കപ്പെടുന്ന സമീപനം ശരിയല്ല എന്നുള്ളതായിരുന്നു VR അനൂപ് ഫേസ്ബുക്കിൽ കുറിച്ചത്. ജിൻഡോ ജോണും കുറേ കൂടി ശക്തമായ ഭാഷയിലാണ് മുഖ്യമന്ത്രിയെ വിമർശിച്ചത്. ഈ പട്ടാഭിഷേകം കഴിഞ്ഞാൽ വാഗ്ദാനങ്ങൾ മറക്കുന്നത് ആണ് രാജശീലം എന്നുള്ളതായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ചിലർ ഇങ്ങനെ ചവിട്ടുപടികൾ കയറി വരുമ്പോൾ കൈപിടിച്ച മനുഷ്യരെയൊക്കെ മറക്കുകയാണ് എന്നുള്ള വിമർശനവും ജിൻഡോ ജോൺ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. ഇത് സതീശൻ വിഭാഗത്തെ ചെറുതല്ലാത്ത രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി പത്രം എന്നുള്ള നിലയിലായിരുന്നു സതീശൻ പക്ഷത്തെ പ്രമുഖ നേതാവും എറണാകുളം DCC ജനറൽ സെക്രട്ടറിയുമായ രാജു P. നായർ KPCCക്ക് പരാതി നൽകുന്നതിലേക്ക് എത്തിയത്. KPCC അധ്യക്ഷന് അദ്ദേഹം പരാതി നൽകി. ഈ പറയുന്ന KPCCയുടെ വക്താവ് സ്ഥാനത്ത് നിന്ന് രണ്ടുപേരെയും മാറ്റണം, മുഖ്യമന്ത്രിയെ വിമർശിച്ച് രണ്ടുപേരെയും മാറ്റണം എന്നുള്ളതാണ് രാജു P. നായരുടെ പരാതി. ഇതിനിടയിലായിരുന്നു ഇന്നലെ KSU സംസ്ഥാന അധ്യക്ഷനും മുഖ്യമന്ത്രിയും ഒരേ പരിപാടിയിൽ പങ്കെടുത്തത്. KSU സംസ്ഥാന അധ്യക്ഷൻ മുഖ്യമന്ത്രി VD സതീശനെ കാണാനായി പലതവണ ശ്രമിക്കുകയുണ്ടായി. അദ്ദേഹം ഈ പരിപാടി കഴിഞ്ഞ് അവിടെ നിന്ന് പോകുന്നതിന് മുൻപായി അദ്ദേഹത്തിനടുത്തേക്ക് KSU സംസ്ഥാന അധ്യക്ഷൻ എത്തി. KSU സംസ്ഥാന അധ്യക്ഷൻ മുഖ്യമന്ത്രിയെ നോക്കി ചിരിച്ചു. പക്ഷേ അദ്ദേഹം ചിരിച്ചില്ല എന്ന് മാത്രമല്ല, KSU സംസ്ഥാന അധ്യക്ഷനെ
നോക്കുക കൂടി ചെയ്യാതെ തീർത്തും അവഗണിച്ചുകൊണ്ട് അവിടെ നിന്ന് കടന്നു പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം KSU സംസ്ഥാന അധ്യക്ഷൻ തന്നെ നേരിട്ട് മാധ്യമങ്ങളെ കണ്ട് മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുന്ന സമീപനം അദ്ദേഹവും സ്വീകരിക്കുകയുണ്ടായി. ചിരിക്കുക, ഉന്നത സ്ഥാനത്തിരിക്കുന്നവരെ കണ്ടാൽ ചിരിക്കുക എന്നുള്ളതാണ് താൻ പഠിച്ച രാഷ്ട്രീയം എന്നുള്ളതാണ് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് ചൂണ്ടിക്കാണിക്കുകയാണ്, എന്തെങ്കിലും തെറ്റുണ്ടായാൽ അത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് താൻ ചെയ്തത്. അത് തെറ്റായാണ് കാണുന്നതെങ്കിൽ ഇനിയും ആ തെറ്റ് തുടരും എന്നും അലോഷ്യസ് സേവ്യർ പറയുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ മുഖ്യമന്ത്രിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെയുള്ള നേതാക്കളുടെ ഏറ്റുമുട്ടൽ അത് തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ മുഖ്യമന്ത്രി വിമർശിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി വന്നിരിക്കുന്നത്. ആ പരാതിയിൽ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. അത് നടപടി ഉണ്ടായാൽ വീണ്ടും വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ VR അനൂപ് എല്ലാം വീണ്ടും ഫേസ്ബുക്കിൽ അദ്ദേഹം പറയുകയുണ്ടായി. അതായത് ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്തത്, ഒരു ചാനൽ ചർച്ചയിൽ VR അനൂപ് പങ്കെടുത്തിരുന്നു. ആ ചർച്ചയിൽ പങ്കെടുത്ത ശേഷവും അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, പാർട്ടി വക്താവായിട്ട് തന്നെയാണ് താൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. മുൻപ് പറഞ്ഞ നിലപാടുകളിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോവുകയില്ല. പല്ലി വാല് മുറിച്ച് പോകുന്നത് പോലെയുള്ള സമീപനം താൻ ഒരിക്കലും സ്വീകരിക്കില്ല. പറഞ്ഞത് തന്നെയാണ് എന്ന് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. BRM ഷഫീർ VR അനൂപിനെ രംഗത്ത് വന്നപ്പോൾ BRM ഷഫീറിനും VR അനൂപ് മറുപടി പറയുന്നു. അങ്ങനെ വലിയ ഏറ്റുമുട്ടലിലേക്ക് കോൺഗ്രസിൻ്റെ നേതാക്കൾ പരസ്പരം പോവുകയാണ് എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ എന്ത് നടപടിയാണ്, ഏത് തരത്തിലാണ് ഇത് പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇത് ഇപ്പോൾ ഈ പറയുന്ന 1-2 ആളുകളുടെ ഏറ്റുമുട്ടൽ എന്നതിനപ്പുറം ഇതിന് ഗ്രൂപ്പ് തർക്കവുമായി അത്തരത്തിലുള്ളൊരു മാനം കൂടി ഇതിനുണ്ട് എന്നുള്ളതാണ്. KC വേണുഗോപാലിൻ്റെ പിന്തുണ ഇവർക്കുള്ളത് കൊണ്ടുകൂടിയാണ് ഈ ഏറ്റുമുട്ടൽ ഇങ്ങനെ രൂക്ഷമായി മുന്നോട്ട് പോകുന്നത് എന്നുകൂടി വായിച്ചെടുക്കാം. അങ്ങനെയാണ് ഉമേഷ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഈ ഒരു രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉമേഷ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നൊരു കാര്യം, എന്ന് തൊട്ടാണ് VD സതീശൻ എന്ന വ്യക്തിക്ക്, എന്ന രാഷ്ട്രീയക്കാരന് ഈ KSU നേതാക്കളോട് അല്ലെങ്കിൽ KSUവിനോട് ഇത്ര പുച്ഛം വന്നത് എന്നൊരു സ്വാഭാവികമായ ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരും. കാരണം നമ്മൾ കണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ KSUവിൻ്റെ അധ്യക്ഷനായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെയൊക്കെ എങ്ങനെയാണ് VD സതീശൻ കൊണ്ടു നടന്നത് നമ്മൾ കണ്ടതാണ്. കൂടെ ഒരു സഹോദരനെ പോലെ അല്ലെങ്കിൽ അനിയനെ പോലെ എവിടെ പോയാലും അവിടെ ഒരു KSUക്കാരൻ്റെ ഒരു അധ്യക്ഷൻ ആവശ്യമുണ്ടോ എന്ന് പോലും ചിന്തിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇങ്ങനെ തൊഴിൽ കൈയിട്ടൊരു കുഞ്ഞനുജനെ വളർത്തിക്കൊണ്ട് വന്ന VD സതീശനെയൊക്കെ തുടക്കത്തിൽ നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ KSUവിനോടൊപ്പം നിന്ന ഒരാൾക്ക് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് KSU എന്ന് പറയുന്ന സംഘടനയ്ക്ക് അല്ലെങ്കിൽ KSUക്കാർക്ക് എന്താണ് ഈ വിഷയത്തിൽ കാര്യം എന്ന് ചോദിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയത് എന്നൊരു ചോദ്യവും കൂടിയുണ്ട്. ഇന്നലെ ഇപ്പോൾ അതിന് അലോഷ്യസ് സേവ്യർ കൊടുത്ത മറുപടി ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചിരിക്കുന്നതാണ് എൻ്റെ രാഷ്ട്രീയം, അത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് തിരിച്ചു തരാൻ സാധിക്കാത്തതെന്ന് അദ്ദേഹത്തിനോട് ചോദിക്കണം, അദ്ദേഹം തന്നെ കണ്ടോ ഇല്ലയോ എന്ന് തനിക്കറിയില്ല എന്ന് ഒരാക്ഷേപ രൂപത്തിൽ അലോഷ്യസ് സേവ്യർ പറഞ്ഞു വെക്കുമ്പോൾ അവിടെ വ്യക്തമാവുകയല്ലേ ഇന്നിപ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശൻ എത്രത്തോളം കോൺഗ്രസിനുള്ളിലെ ആളുകൾക്ക് പോലും അവമതനായി മാറിയിരിക്കുന്നു എന്നുള്ളതല്ലേ നമുക്ക് അവിടെ വ്യക്തമാക്കുവാൻ സാധിക്കുന്നത്. അതെ, അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇപ്പോൾ ഈ ജിൻഡോ ജോൺ തന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഈ വന്ന വഴികളും കൈപിടിച്ച മനുഷ്യരും ചിലർക്ക് വെറും ചവിട്ടുപടികൾ മാത്രമാണ് എന്നുള്ളതാണ് ജിൻഡോ ജോൺ പറഞ്ഞത്. അതായത് വന്ന വഴി മറക്കുന്നു എന്നുള്ളത് തന്നെയാണ് ജിൻഡോ ജോൺ ഇവിടെ പരോക്ഷമായി സൂചിപ്പിച്ചത് എന്നുള്ളതാണ്. ഈ KSUവിനെ എന്തുകൊണ്ട് തള്ളിപ്പറയുന്നു എന്നത് സംബന്ധിച്ച് ഒട്ടേറെ പേർ ഈ KSU അധ്യക്ഷനെ വിമർശിച്ചതാണ് ഒരുപാട് നേതാക്കളെ ഒരേപോലെ രോഷം കൊള്ളിച്ചത് എന്നുള്ളതാണ്. ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് അടക്കം KSUവിനെ എങ്ങനെയാണ് തള്ളിപ്പറയാൻ കഴിയുക എന്നൊരു നിലപാട് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസും സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ KSUവിനെ തള്ളിപ്പറഞ്ഞത് അംഗീകരിക്കാൻ കഴിയാത്ത ഒട്ടേറെ നേതാക്കൾ കോൺഗ്രസിലുണ്ട്. VD സതീശൻ്റെ ആ സമീപനം ശരിയല്ല എന്നുള്ളത് തന്നെയാണ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ ഇതിനെ പ്രതിരോധിക്കാൻ സതീശൻ പക്ഷേ നേതാക്കളും ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് ഈ KPCC അധ്യക്ഷന് പരാതി വന്നതൊക്കെ അതിൻ്റെ ഭാഗമാണ്. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രിയായ ശേഷം സ്വീകരിക്കുന്ന ഏകപക്ഷീയമായ നിലപാടുകൾ, ആ നിലപാടിനോട് കടുത്ത അതൃപ്തി പാർട്ടിക്കകത്തുണ്ട്, മന്ത്രിസഭയ്ക്കകത്തുണ്ട്. മന്ത്രിസഭയ്ക്ക് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ മറ്റ് മന്ത്രിമാർ പോലും അദ്ദേഹത്തിനെ വിമർശിക്കുന്ന സമീപനമൊക്കെ നാം കണ്ടതാണ്. അതിനു പുറമെയാണ് കോൺഗ്രസിനകത്തും ഒപ്പം ഈ കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ KSUവിലും ഒക്കെ വലിയ അതിർത്തി രൂപങ്ങളുണ്ട്. ലോയേഴ്സ് കോൺഗ്രസും VD സതീശനെതിരെ രംഗത്ത് വന്നതാണ്. ഇങ്ങനെ പല കോണുകളിൽ നിന്ന് മുഖ്യമന്ത്രിക്കെതിരെ ഉള്ള നീക്കം ശക്തമായി വരികയാണ്. അത് അദ്ദേഹത്തിൻ്റെ ഏകപക്ഷീയ നിലപാടുകൾ തന്നെയാണ് ഇങ്ങനെ ഉള്ള വലിയ വിമർശനങ്ങൾ ഉയർന്നു വരാൻ ഇടയാക്കുന്നതും അതുതന്നെയാണ്
എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഇതിന് ഒരു ഗ്രൂപ്പിൻ്റെ പിൻബലത്തോടെയാണോ അല്ലെങ്കിൽ KC വേണുഗോപാലിൻ്റെ പിൻബലത്തോടെയാണോ ഈ നീക്കങ്ങൾ എന്നുള്ളത് തന്നെയാണ് സതീശൻ വിഭാഗത്തെ ആശങ്കപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ആരൊക്കെയാണോ VD സതീശനെതിരെ ഇത്തരം നിലപാടുമായി വരുന്നത് അവരെയൊക്കെ അപ്പോൾ നേരിട്ട് പോവുക എന്ന സമീപനം VD സതീശൻ പക്ഷം സ്വീകരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഈ ഒരു പരാതിയിൽ ഒതുങ്ങില്ല ഈ തർക്കങ്ങൾ എന്നുള്ളത് തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം KSU സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അങ്ങനെ നേരിട്ട് പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ തീർത്തും അവഗണിച്ച് മുന്നോട്ട് പോയപ്പോഴാണ് പരസ്യ പ്രതികരണവുമായി KSU അധ്യക്ഷൻ എത്തിയത്. അപ്പോൾ അത് ഇന്നലത്തെ സംഭവം കൊണ്ട് അവസാനിക്കില്ല എന്നുള്ളത് തന്നെയാണ് പുറത്തു വരുന്ന സൂചനകൾ. വരും ദിവസങ്ങളിലും ഈ ഏറ്റുമുട്ടൽ രൂക്ഷമാവുക തന്നെ ചെയ്യും. സിന്ധൂരി.